നമസ്കാരം. എൻ്റെ പേര് സുധീർ കുമാർ. ഞാനും കുറച്ചു കാലം ഏകദേശം 10 വർഷത്തോളം അമ്മയുടെ മാതാ അമൃതാനന്ദമയി ആശ്രമത്തിൽ ഉണ്ടായിരുന്നു. അന്തേവാസിയായി, പിന്നെ ബ്രഹ്മചാരിയായി. 2001 പുറത്തു വന്നത്. ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം, ഈ അടുത്ത കാലത്ത് ആശ്രമം വിട്ട് പുറത്തു വരുന്ന ചിലർ അമ്മയ്ക്കെതിരെ, ആശ്രമത്തിനെതിരെ വളരെ മോശമായി ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാലത്ത് ആധ്യാത്മിക ജീവിതം നയിച്ച് അമ്മയിൽ വിശ്വസിച്ച് ആശ്രമത്തിൽ ചേർന്നവർ പിന്നെ പുറത്തു വന്നിട്ട് നേരെ വിരുദ്ധമായി സംസാരിക്കുന്നത് എന്നുള്ള കാരണം ഞാൻ വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ്. ആശ്രമത്തിൽ നമ്മളെല്ലാവരും ചേരുന്നത് ഭൂരിഭാഗം പേർക്കും അമ്മയുടെ സ്നേഹം കണ്ടിട്ടും അമ്മ നൽകുന്ന ആധ്യാത്മിക അനുഭവങ്ങൾ, അതിലൂടെയാണ് അവർക്ക് ഈ പാതയിൽ വിശ്വാസം വരുന്നത്. ഈ പറയുന്ന വ്യക്തികൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ വഴിയാണ് ഒരു ആധ്യാത്മികതയിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ. അപ്പം അമ്മയെ കാണുന്നതിന് മുമ്പ് മിക്കവർക്കും അത്തരം യാതൊരു അനുഭവം ഉണ്ടായിട്ടില്ല. എനിക്കുണ്ടായിട്ടില്ല. ആ അനുഭവങ്ങൾ ഇപ്പോൾ പറയുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വ്യക്തികളെല്ലാം പെട്ടെന്ന് അമ്മയ്ക്കെതിരെ, ഗുരുവിനെതിരെ തിരിയുന്നത്? ഇപ്പോൾ ഞാൻ തന്നെ 10 വർഷത്തോളം ആശ്രമത്തിൽ നിന്നു. പിന്നെ ഞാൻ ആശ്രമം വിട്ട് പുറത്തു പോകും. അമ്മയിൽ വിശ്വസിക്കുന്നത് നമ്മൾക്ക് അനുഭവങ്ങൾ വന്നതിന് ശേഷമാണ്. അപ്പോൾ വിശ്വാസം വന്നിട്ട് പിന്നെ എന്തുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടും? ഒരു ചോദ്യമുണ്ട്. ഈ യുക്തിക്ക് അപ്പുറമുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടാണ് പലരും അമ്മയിൽ വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്മ ആരാണെന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. എനിക്ക് അമ്മ ഒരു ഗുരുവാണ്, ആധ്യാത്മിക ഗുരുവാണ് അമ്മ. ഇപ്പോൾ ഗുരുവിൻ്റെ ലക്ഷ്യം ഈ ശിഷ്യന്, തന്നെ സമീപിക്കുന്ന ശരണമടയുന്ന ശിഷ്യനെ എങ്ങനെയെങ്കിലും അവൻ്റെ സ്വസ്വരൂപം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി അമ്മയെപ്പോലുള്ള ഗുരുവിന് ശരണമടഞ്ഞിട്ടുള്ള ശിഷ്യന്മാർ എന്തുകൊണ്ടാണ് ഗുരുവിനെ തള്ളിപ്പറയുന്നതും ആശ്രമം വിട്ടുപോകുന്നതും? നമ്മൾ ഗുരുവിൻ്റെ കടമ, ഗുരുവിൻ്റെ ജോലി എന്താണെന്ന് മനസ്സിലാക്കണം. ഗുരു ഏറ്റെടുത്തിരിക്കുന്ന ജോലി, ഗുരു എന്ന വാക്കിൻ്റെ അർത്ഥം അജ്ഞാനാന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ആൾ എന്നാണ്. അപ്പോൾ നമ്മളിലെ അജ്ഞാനാന്ധകാരം ഇല്ലാതാക്കുവാനാണ് ഗുരുവിനെ സമീപിച്ചിരിക്കുന്നത്. പക്ഷെ ഈ പ്രോസസ്, ഈ അന്ധകാരത്തെ ഇല്ലാതാക്കുന്ന ആ പ്രവൃത്തി കുറച്ച് വേദനാജനകമാണ്. ഈ അന്ധകാരം എന്നത് നമ്മുടെ അഹങ്കാരത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. ഇപ്പം നമ്മൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നമ്മുടെ എല്ലാം ഈഗോ അല്ലെങ്കിൽ അഹങ്കാരം, ഞാൻ ബോധം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉറങ്ങുന്നവരെ ഞാൻ എന്തെല്ലാം ചെയ്തു, ഇതെല്ലാം ഞാൻ ചെയ്തതാണ്. നമ്മളെല്ലാ നേട്ടങ്ങളും നമ്മൾ അഭിമാനം കൊള്ളുന്നു. ഗുരുവിന്റെ പ്രവൃത്തി ഈഗോയെ ഇല്ലാതാക്കുക എന്നത് തന്നെയാണ്. ഇത് തന്നെയാണ് കൃഷ്ണന്റെ കാളിയ നർത്തനത്തിന്റെ പ്രതീകാത്മക തത്വം. ഇതിനെ അമ്മ തന്നെ ഒരു ഉദാഹരണത്തിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ശംഖ് ഉണ്ടാക്കുന്ന പ്രക്രിയ. ശംഖ് ഒരു ജീവിയുടെ, കടൽ ജീവിയുടെ തോടാണ് ശംഖ്. അപ്പോൾ അതിനുള്ളിൽ മാംസമുണ്ട്. അപ്പോൾ ഈ മാംസത്തെ ഇല്ലാതാക്കണം. അപ്പം അതിനുവേണ്ടി ഈ ശംഖിലുള്ള ജീവിയെ എടുത്ത് കടൽപ്പുറത്ത് മണലിൽ കുഴിച്ചിടും. അപ്പോൾ അത് ശ്വാസം മുട്ടി മരിക്കും. മരിച്ചു കഴിയുമ്പോൾ അതിനുള്ള മാംസം ചുരണ്ടി വൃത്തിയാക്കി ആ ശംഖ് കാലിയാവണം. അപ്പോഴാണ് അതിലൂടെ മധുരമായ ശംഖനാദം കേൾക്കാൻ കഴിയുന്നത്. അപ്പോൾ അമ്മ പറയാറുണ്ട്, ഈ അഹങ്കാരത്തെ ഇല്ലാതാക്കുന്ന പ്രക്രിയ പലപ്പോഴും ഇതുപോലെയാണ്, വേദനാജനകമാണ് എന്ന്. അപ്പോൾ ഗുരുവിന്റെ ശിക്ഷണത്തിൽ ആധ്യാത്മിക പരിശീലനം നേടുന്ന ശിഷ്യൻ പലപ്പോഴും ഗുരു ഇത്തരം അനുഭവങ്ങൾ കൊടുക്കും. കടുത്ത അനുഭവങ്ങൾ, ചെയ്ത കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്ന് പറയുക, അല്ലെങ്കിൽ മോശമായി പറയുക, അല്ലെങ്കിൽ ചെയ്യാത്ത കുറ്റങ്ങൾ ആരോപിക്കുക എന്നെല്ലാം ഗുരു ചെയ്തെന്ന് വരാം. ഇതെല്ലാം കേൾക്കുമ്പോൾ ശിഷ്യൻ സ്വാഭാവിക വിഷമം ഉണ്ടാവും. ചിലർ കൂടുതൽ ശക്തമായി പ്രതികരിക്കും. അത് ഗുരുവിനോടുള്ള ബന്ധം പോലെ ഇരിക്കും.
ഗുരുവിനോട് നല്ല ബന്ധമുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിയും. അല്ലാത്തവരാണ് പലപ്പോഴും ഈ പാത വിട്ട് പുറത്ത്